ഖത്തറിൽ ഫാർമസിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അപ്പോൾ പ്രോമെട്രിക്സ് എക്സാം മാറി NPQE എക്സാമായി മാറിയ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് എക്സാം എഴുതുന്നതിന് മുന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NPQE എക്സാം എന്ന് പറഞ്ഞാൽ നാഷണൽ ഫാർമസിസ്റ്റ് ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്നാണ്. അത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഇലക്ട്രോണിക് ക്വാളിഫയിങ് എക്സാം ആണ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖത്തറിൽ ഫാർമസിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മെയിൻലി ഈ എക്സാം പാസ് ചെയ്തിരിക്കണം. ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ത്രൂ പ്രോമെട്രിക്സ്. എന്താണ് നമ്മൾ ഈ എക്സാം എഴുതുന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആപ്ലിക്കൻറ്റിൻ്റെ നോളേജും അവർ ആണോ ഒരു പ്രൊഫഷണൽ ഫാർമസിസ്റ്റ് ആയിട്ട് ഖത്തറിൽ വർക്ക് ചെയ്യാനെന്നാണ് നോക്കുന്നത്. ബിഫോർ മെയ് 1 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സാം എന്ന് പറഞ്ഞാൽ പ്രോമെട്രിക്സ് എക്സാം ആയിരുന്നു. പക്ഷേ കറൻ്റ്ലി ആ എക്സാം മാറിയിട്ട് NPQE എക്സാം എന്ന് പറയുന്ന എക്സാം ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത സർക്കുലർ. 24/4/2025 ഈ സർക്കുലർ ആക്ഷനിൽ വന്നത്. സോ എനിബഡി ആഫ്റ്റർ ദിസ് ഡേറ്റ് ഷുഡ് ഗോ ആൻഡ് അപ്പിയർ ഫോർ NPQE എക്സാം. എന്താണ് NPQ എക്സാമും പ്രോമെട്രിക്സും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ബേസിക്കലി രണ്ട് എക്സാമും കണ്ടക്ട് ചെയ്യുന്നത് ഖത്തറിലെ DHP തന്നെയാണ്, അണ്ടർ MOPH ഖത്തർ. പ്രോമെട്രിക്സ് കുറേയൊക്കെ നോളേജ് ബേസ്ഡ് ആണെങ്കിൽ ഇത് ക്ലിനിക്കൽ പ്രാക്ടീസ് എങ്ങനെയാണോ അതിലാണ് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ NPQEയിൽ മോർ ഫോക്കസ് ചെയ്യേണ്ടത് ഖത്തർ റിലേറ്റഡ് ഗൈഡ് ലൈൻസും ഫോർമുലറീസ് ഒക്കെയാണ് കുറച്ചും കൂടെ അവർ നോക്കുന്നത്. പിന്നെ മോർ ഓഫ് ഈ ഫാർമസിസ്റ്റിന്റെ റോൾ എന്താണ് ഖത്തറിൽ നിന്നാണ് മേജർ ഫോക്കസിങ് കൊടുക്കേണ്ടത്. അത് കൂടാണ്ട് എന്തൊക്കെയാണ് ലൈസൻസിങ്ങിന് ആവശ്യമായിട്ടുള്ളത്, അങ്ങനെയുള്ള ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെ ഇവർ ഇതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ മേജർലി നോക്കുന്നത് ഫാർമസിസ്റ്റിന്റെ എബിലിറ്റി അല്ലെങ്കിൽ ഈസ് ദ ഫാർമസിസ്റ്റ് റെഡി ടു പ്രാക്ടീസ് ഇൻ ഖത്തർ എന്നാണ്. സോ ആർക്കൊക്കെ എക്സാംസ് എഴുതാമെന്ന് ഓൾവേസ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ എഴുതേണ്ട ആവശ്യമുണ്ടോ ഇല്ലായോ എന്നുള്ള ഒരു സംശയം എപ്പോഴും ഉണ്ട്. അപ്പം ഈ സ്ലൈഡ് കാണിക്കുന്നത് ആരൊക്കെയാണ് എക്സാം എഴുതേണ്ടത്, ആർക്കൊക്കെ എക്സാം എഴുതാണ്ട് തന്നെ നമുക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യാം എന്നാണ് ഈ ഒരു സ്ലൈഡ് കാണിക്കുന്നത്. സോ നിങ്ങൾ അതൊന്ന് ഗോ ത്രൂ ചെയ്താൽ നിങ്ങൾക്ക് എക്സാക്ട്ലി ഐഡിയ കിട്ടും. ഓക്കെ, ഇത് എല്ലാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സോർട്സ് ഓഫ് സ്ലൈഡ്സും ഇൻഫർമേഷൻസും DHPയിൽ ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. സോ നിങ്ങൾക്ക് DHP പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻഫർമേഷൻസ് കിട്ടും. എക്സാം സ്ട്രക്ചർ ആൻഡ് റിക്വയർമെന്റ്. അപ്പോൾ 150 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ട്. 3.5 മണിക്കൂറാണ് എക്സാം എഴുതാനായിട്ടുള്ള നമുക്കുള്ള ടൈം എന്ന് പറയുന്നത്. പാസിംഗ് സ്കോർ ഓൾമോസ്റ്റ് മോർ ദാൻ ഓർ ഈക്വൽ ടു 60% ആയിരിക്കണം ഫാർമസിസ്റ്റിന്. പിന്നെ 5 കോൺസിക്യൂട്ടീവ് അറ്റംപ്റ്റ്സ് നമുക്ക് എടുക്കാം എക്സാമിന് വിത്തൗട്ട് ദ ടൈം ഇന്റർവെൽ റെസ്ട്രിക്ഷൻസ്. NPQE എക്സാമിന്റെ സിലബസ് ആണിത്. ഡൊമൈൻസ് മെയിൻലി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് മെഡിസിനൽ സയൻസ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, സോഷ്യൽ ബിഹേവിയറൽ അഡ്മിനിസ്ട്രേറ്റീവ് സയൻസ്, ക്ലിനിക്കൽ സയൻസ്, ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 15 ക്വസ്റ്റ്യൻസ് ഇൻ കാറ്റഗറി 1, 53 ക്വസ്റ്റ്യൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, 30 ക്വസ്റ്റ്യൻസ് ഇൻ സോഷ്യൽ ബിഹേവിയറൽ അഡ്മിനിസ്ട്രേറ്റീവ് സയൻസസ്, 52 ക്വസ്റ്റ്യൻസ് ഇൻ ക്ലിനിക്കൽ സയൻസ്. സോ അതിന്റെ സജസ്റ്റീവ് നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ആണ് ലാസ്റ്റ് കോളത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഡൊമൈന് 3 days, then 10, then as you can see it in the slides, അങ്ങനെയാണ് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഓരോന്ന് പഠിക്കേണ്ടത്. സോ സ്റ്റുഡൻസിനുള്ള മേജർ അഡ്വൈസസ് ആണ് ഞാൻ ഈ സ്ലൈഡ്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എക്സാമിനെ മനസ്സിലാക്കുക, പിന്നെ ഡൊമൈൻസ് കംപ്ലീറ്റ്ലി തറോലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പ്രാക്ടീസ് വിത്ത് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇഫ് അവൈലബിൾ, പിന്നെ പ്ലാൻ യുവർ ടൈം വൈസ്ലി, സ്റ്റേ അപ്ഡേറ്റഡ് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. Also, book early for your Prometrics exam. Take care of yourself, eat well, sleep well, and manage for the exam stress-free. എക്സാം രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റാണ് prometrics.com എന്നുള്ള സൈറ്റ്. നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഫോർ മോർ ക്വയറീസ് ആൻഡ് ക്വസ്റ്റ്യൻസ് യു ക്യാൻ കോൺടാക്ട് DHP എനി ടൈംസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരി ജനറൽ സ്റ്റുഡൻസ് വ്യൂ ഓൺ ഹൗ വാസ് ദ എക്സാം എന്നാണ്. ഇതിൽ ക്വസ്റ്റ്യൻസ് ലീക്കിംഗ് ഇല്ല, ഒരു എക്സാമിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ഒരു ഡിസ്കഷനും ഇല്ല. ബട്ട് ഐ വിൽ ജസ്റ്റ് ഗിവ് യു ആൻ ഐഡിയ വാട്ട് ദേ ഹാവ് ഗോൺ ത്രൂ. സോ ബേസിക്കലി അവർ ഒരു കോഴ്സ് എടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെന്ററിൽ പോയിട്ട് പ്രോമെട്രിക്സിൻ്റെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം അവർ പഠിച്ചു. പക്ഷെ സിമിലർ ആയിട്ട് വന്നിട്ടില്ല, അതായത് അവർ പഠിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇപ്പം എക്സാമിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ബന്ധം മീൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല.
വെരി ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ, സിമിലർ ആയിട്ടുള്ളതും. പക്ഷേ അവർ പഠിച്ച ആ മെറ്റീരിയൽ കാരണം അവർക്ക് എക്സാംസിലെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരുന്നു എന്നായിരുന്നു അവരുടെ അഭിപ്രായം. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു 2 year old ബേബി ഒട്ടൈറ്റിസ് മീഡിയ കാരണം ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ബേബി വൊമിറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പേരൻസ് കൺസേൺ ആയിട്ട് ഫാർമസിയിൽ വന്നിട്ട് ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന്. അപ്പം അവർക്ക് എടുക്കേണ്ട ഓരോരോ 1 2 3 സ്റ്റെപ്പിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓൾറെഡി നമ്മൾ പ്രോമെട്രിക്സിലോ അല്ലെങ്കിൽ നമ്മുടെ കോച്ചിങ് സെൻറ്ററിൽ പഠിച്ച മെറ്റീരിയൽസിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇത് കാരണം നമുക്ക് ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ വേറെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത്, കുറച്ചും കൂടെ ഖത്തർ ഫോക്കസ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കാനായിട്ട്. ഖത്തറിൻ്റെ ബേസിക് ആയിട്ടുള്ള ലോ, ലൈസൻസിങ് പ്രൊസീജിയേഴ്സ്, CPD പോയിന്റ്സ്, എങ്ങനെ ലൈസൻസ് റിന്യൂ ചെയ്യാം, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ NPQE എക്സാമിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻ. അപ്പം I wish all the pharmacists appearing for NPQE exam a very all the best. For more such interesting videos, please do like, share and subscribe to my channel.